കണ്ടില്ലേ, ഇതേപോലെ കത്തുന്നൊരു സ്റ്റൗവാണ് ഞാൻ നേരേക്ക് എടുക്കാൻ പോകുന്നത്. 4 പുറത്തേക്കുമാണ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് മുകളിലേക്ക് മാത്രമാണ് കത്തേണ്ടത്. ഇതിൻ്റെ മെയിൻ പാർട്സാണിത്. ഇതാണ് നമ്മൾ നേരേക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണുക. ഓക്കെ, ഇപ്പോൾ നേരേക്കിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ മുകളിലേക്ക് വളരെ വൃത്തിയായിട്ട് വേണം നമുക്കിത് കത്താൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നേരേക്ക് എടുക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യം സിലിണ്ടർ അങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ കേബിൾ അങ്ങ് വലിച്ചു ഊരണം. കേബിൾ ഇതുപോലെ ജസ്റ്റ് അങ്ങ് വലിച്ചാൽ കിട്ടുന്നതാണ്. അതിനുശേഷം ഈ നോബ് നമുക്ക് ഊരണം. നോബും ഇതുപോലെ ജസ്റ്റ് വലിച്ചാൽ ഊരിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ മുകൾ ഭാഗങ്ങളെല്ലാം ഊരിയെടുക്കുക. ചൂടുണ്ടാവും, ശ്രദ്ധിച്ചിട്ട് വേണം ഊരിയെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ഊരിയെടുക്കുക. 2 ബർണറിൻ്റെയും 2 സ്റ്റൗവിൻ്റെയും ഇത് ഊരിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ സ്ക്രൂ അഴിച്ചെടുക്കുകയാണ്. 2 ബർണറിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ 2 സ്ക്രൂ വെച്ചുണ്ടായിരിക്കും ഇത് അഴിച്ചെടുക്കുക. അതുപോലെ സ്റ്റൗ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലൊരു നെട്ട് ഇവിടെ കാണും. ഈ നട്ടും ഊരിയെടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് ഊരിയെടുത്താൽ നമുക്കിതിൻ്റെ ഉള്ളിലത്തെ ഈ കാണുന്ന റോഡ് ഊരിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഭാഗം. ഈ റോഡിലൂടെയാണ് ഇതിൻ്റെ ഗ്യാസ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഊരിയെടുക്കാൻ പോകുന്നത്. ഈ കാണുന്ന ഭാഗത്തുകൂടെയാണ് നമുക്ക് ബർണറിലേക്ക് ഗ്യാസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റോഡ് ഊരിയെടുത്തു. ഇനി നമ്മൾ ഈ സ്ക്രൂ ഊരിയെടുക്കണം. ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഊരിയെടുത്താൽ ഇതേപോലെ ഒരു പോർഷൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു സ്പ്രിങ്ങും ഒരു സ്ക്രൂവും ഇത് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബും. അതിനുശേഷം നമ്മൾ ഇത് 2ൻ്റെ ഊരിയെടുത്താൽ ഇത്രയും പാർട്സുകളാണ് നമ്മൾ മെയിനായിട്ടുള്ളത്. ഇതൊന്നും നമുക്ക് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഭാഗങ്ങൾ. ഇതാണ് ക്ലാവ് പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഗ്യാസ് നേരെ കത്താത്തത്. അപ്പോൾ ഞാൻ ഇതിനൊരു ലായനി ഉണ്ടാക്കിയാണ്. ഒന്ന് വിനെഗർ പ്ലസ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ചെറുനാരങ്ങയോ സോപ്പ് വെള്ളം ഉപയോഗിച്ച് നമുക്കൊരു ലായനിയിൽ ഇത് 1 മണിക്കൂർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാനും സാധിക്കും. ഇനി ഇതിൻ്റെ ബർണർ നോക്കാം. ഇതിൻ്റെ ബർണറിന് ചെറുതായിട്ട് വളഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ല. ഇങ്ങനെ ഗ്യാപ്പ് വരാൻ പാടില്ല. ഇത് എയർ ടൈറ്റ് പോലെ ടൈറ്റായിട്ടിരുന്നാൽ മാത്രമേ ഫ്ലെയിം മുകളിലേക്ക് വരികയുള്ളൂ. കണ്ടോ, ഇതേപോലെ വേണം നമുക്ക് കിട്ടാൻ. നമുക്ക് ഈ പാർട്സുകളെല്ലാം കടയിൽ അവൈലബിൾ ആണ്. ഈ 2 പോർഷനും ഒരേപോലെ എടുത്തിട്ട് പോകണം. നമ്മൾ മുകൾ ഭാഗത്ത് മാത്രം എടുത്തുകൊണ്ട് പോകരുത്. ഇത് 2 ഒരുപോലെ എടുത്ത് ഇതേപോലെ കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുള്ളത് വേണം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കഴുകിയെടുത്ത സാധനങ്ങൾ നോക്കാം. കണ്ടോ, ഞാൻ നീറ്റായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിതാണ് റീഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ റീഫിറ്റ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ റോഡൊന്ന് ക്ലീൻ ചെയ്യാം. ഈ റോഡിൻ്റെ ഈ നോബ് ഇതിൻ്റെ ഉള്ളിലാണ് ഇടേണ്ടത്. ഇതൊരു ക്ലോത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചെറുതായിട്ട് ക്ലാവെല്ലാം അതിൻ്റെ ഉള്ളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഞാനത് മാറിപ്പോയി, അതാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ പാടില്ല. നമുക്ക് അതിൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ കറക്റ്റായിട്ട് നിൽക്കണം. അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. കണ്ടില്ലേ, ഒരേപോലെ. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ സ്പ്രിങ് ലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബ് ലോഡ് ചെയ്യാം. ഇത്രയും കാര്യമുള്ളൂ. വളരെ ഈസിയാണ്. നമുക്ക് ആർക്കും ഒരു കട്ടിംഗ് പ്ലെയറും ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇഷ്യൂസ് എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ആ സ്ക്രൂ ഒന്ന് ഇടാം. അതിനുവേണ്ടി അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ആ സ്ക്രൂ ഒന്ന് അതിലൂടെ ടൈറ്റ് ആക്കുക. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കാം. ഇതുപോലെ 2 നോബും ഇതുപോലെ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്യാസ് വരുന്ന ആ ഒരു ചെറിയൊരു പോർഷൻ കണക്ടറുണ്ട്, അതും അതിൽ 2ലും കണക്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി തിരിച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് തിരിച്ച് റീഫിറ്റ് ചെയ്യാം. ഒരു പ്ലെയർ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് റീഫിറ്റ് ചെയ്യാം. ഇപ്പോൾ റീഫിറ്റ് ചെയ്യുമ്പോൾ 2 സൈഡിലും ഈ 2 സ്ക്രൂ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ ബർണർ ഫിറ്റ് ചെയ്യുന്ന 2 ഇതുപോലെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. നട്ട് ഫിറ്റ് ചെയ്യുക. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് കത്തിക്കേണ്ടത്. ഇവിടെ ചെറിയ ഷേക്ക് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ നട്ടുള്ളൂ. കണ്ടില്ലേ, വളരെ നീറ്റായി സൂപ്പറായിട്ടാണ് കത്തുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ശരിയാക്കി എടുക്കാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.